അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ വീണ്ടെടുത്ത ബ്ലാക്ക് ബോക്സിന് സാരമായ കേടുപാടുകളുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിലെ വിവരങ്ങൾ വീണ്ടെടുക്കാൻ അന്വേഷണ സംഘം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായം തേടി എന്നാണ് വരുന്ന വിവരങ്ങൾ. ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്കാണ് അതിൻ്റെ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നത്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, എന്താണ് ഇതിന് സംഭവിച്ചത്? അതിലെ വിവരങ്ങൾ വീണ്ടെടുക്കാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ സങ്കീർണമാണോ, അതോ വിദേശത്ത് നടത്തുന്ന ഈ പറയുന്ന പരിശോധനയിൽ അതിനുള്ളിൽ എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചത് എന്ന രഹസ്യം അതിലാണല്ലോ, അത് വീണ്ടെടുക്കാൻ കഴിയും എന്ന് തന്നെയാണോ നമ്മൾ കരുതേണ്ടത്? വിജയകുമാർ, നിലവിൽ ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട അപകടത്തിന്റെ കാരണം കണ്ടെത്തുന്നത് അത് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസിയാണ്. അത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് ഇതിന്റെ അന്വേഷണം നടത്തുന്നത്. അവരുടെ ലബോറട്ടറിയിൽ, ഡൽഹിയിലാണ് അവരുടെ ലബോറട്ടറി പ്രവർത്തിക്കുന്നത്. ഒരു വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു ആധുനിക ലബോറട്ടറി ഇവിടെ സജ്ജമാക്കിയത്. അവിടെയാണ് ഈ രണ്ട് ബ്ലാക്ക് ബോക്സുകളും എത്തിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറുമാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതിലെ ഈ ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ FDR ഇതിനാണ് സാരമായ കേടുപാടുകൾ പറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡേറ്റ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടുത്തെ ലബോറട്ടറിയിൽ. കാരണം അതിന് വേണ്ടത്ര ഒരു വർഷം മുമ്പാണ് ഇത് പ്രവർത്തന സജ്ജമായത്. അതുകൊണ്ട് തന്നെ അത് കാര്യക്ഷമമായി തന്നെ ഇതിൻ്റെ ഡേറ്റകൾ വീണ്ടെടുക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയുടെ സഹായം ഇന്ത്യ തേടുന്നത്. അമേരിക്കയുടെ നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ്, അത് അമേരിക്കയുടെ ഈ വ്യോമയാന മേഖലയുമായി ബന്ധപ്പെട്ട സുരക്ഷാ വിലയിരുത്തലടക്കം നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ്. അവരുടെ സഹായമാണ് നിലവിൽ തേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലബോറട്ടറിയിൽ, വാഷിംഗ്ടണിലെ ഈ NTSBയുടെ ലബോറട്ടറിയിൽ ഇത് പരിശോധനയ്ക്കായിട്ട് അയക്കും. അവിടെ ആയിരിക്കും ഇതിൻ്റെ ഡാറ്റകൾ വീണ്ടെടുക്കുന്ന നടപടികൾ ഇനി പുരോഗമിക്കുന്നത്. നിലവിൽ എന്തായാലും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ NTSBയുടെ സഹായം തേടിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനി വൈകാതെ തന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകും. അതിൻ്റെ വിവരങ്ങൾ വീണ്ടെടുത്താൽ മാത്രമേ നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വ്യക്തമാവുകയുള്ളൂ. കാരണം ഈ ഫ്ലൈറ്റിനകത്ത് എന്തു നടന്നു, അതിൻ്റെ സാങ്കേതിക പിഴവടക്കമുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു നിർണായകമായ ഉപകരണമാണ് ഈ ഡിജിറ്റൽ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ. അതുകൊണ്ട് തന്നെ അതിലെ വിവരങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിലേക്ക് അയക്കുന്നത്. അവർക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട്. ഏറ്റവും ആധുനികമായ ലബോറട്ടറികൾ പ്രവർത്തിക്കുന്ന, വർഷങ്ങൾ ഇത്തരത്തിലുള്ള വിമാന അപകടങ്ങൾ, അത് അമേരിക്കയിലെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള വിമാന അപകടങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയും അതിനെക്കുറിച്ച് സുരക്ഷാ വിലയിരുത്തൽ നടത്തുകയും മാറ്റം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു ഏജൻസി കൂടിയാണ് നാഷണൽ ട്രാൻസ്പോർട്ട് NTSB എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അയക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ സഹായം കൂടി നിലവിൽ തേടിയിട്ടുണ്ട്. കൂടാതെ തന്നെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ സമാന്തരമായ അന്വേഷണം ഇവിടെ നടക്കുന്നുണ്ട്. സാധാരണ ഇത്തരം അപകടം നടക്കുമ്പോൾ ഏതാണോ അപകട സ്ഥലം നടക്കുന്ന രാജ്യം, അവിടുത്തെ ഏജൻസി ആയിരിക്കണം അത് അന്വേഷിക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ചട്ടം. പക്ഷേ ഇത് ഒരു പ്രത്യേക സാഹചര്യമായതുകൊണ്ട് ഒരു പ്രോട്ടോകോൾ അടക്കം പാലിച്ചുകൊണ്ട് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസിയുടെ സാന്നിധ്യത്തിൽ, അവരുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുക. വൈകാതെ തന്നെ അതുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.